സഹാരിയുടെ വെബിനാറിൽ തന്നെ തുടങ്ങിയതാണ്. വെബിനാറിൽ തന്നെ സാർ എപ്പോഴും പറയുമായിരുന്നു, ഒന്നാം റാങ്ക് സ്വപ്നം കാണണം, ആദ്യത്തെ അഡ്വൈസ് പോകുന്നതും നമുക്കായിരിക്കണം എന്നെല്ലാം പറയുമായിരുന്നു. ഓൺലൈൻ ക്ലാസ് ആണെങ്കിൽ കൂടിയും ഓഫ്ലൈൻ ക്ലാസ്സിൻ്റെ ഒരു നമുക്ക് തോന്നിപ്പിക്കുന്ന രീതിയിൽ തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ എക്സാംസ് നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് അത് വലിയൊരു കാര്യം തന്നെയാണ്. നമ്മളെല്ലാവരും സ്വപ്നം കാണുന്നത് ഒരു സർക്കാർ ജോലിയാണ്. കേരള PSC പരീക്ഷകളിൽ ഒന്നാം റാങ്ക് നേടുക എന്ന ഒരു ലെഗസി സഹകാരി പ്ലസ് 21ാമത്തെ ഒന്നാം റാങ്കാണ് സഹകാരിയുടെ. ഈ വന്നിരിക്കുന്നത് ഒരു സ്റ്റേറ്റ് വൈഡ് എക്സാമിനേഷൻ തന്നെയാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. സ്റ്റേറ്റ് വൈഡ് ആയിട്ട് നടന്ന നോൺ വൊക്കേഷണൽ ടീച്ചർ GFC ജനറൽ ഫൗണ്ടേഷൻ കോഴ്സ് പരീക്ഷയുടെ ഒന്നാം റാങ്ക് ഹോൾഡറായിട്ടുള്ള പ്രീജയാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്. പ്രീജ സഹകാരിയിലേക്ക് ആദ്യമായിട്ട് 2021 അല്ലേ ജൂനിയർ അക്കൗണ്ടന്റ്. ആദ്യം പ്രീജ സഹകാരിയിൽ വന്നതിന് ശേഷം അക്കൗണ്ടന്റ് എക്സാമിനേഷനിൽ ഒന്നാം റാങ്ക് കാണുന്ന സ്വപ്നം കണ്ടിരുന്നു അല്ലേ? ശരിക്കും പറഞ്ഞാല് ഈ സ്വപ്നത്തെ പ്രീജയുടെ തലയിലേക്ക് ഇമ്പാർട്ട് ചെയ്തത് ഏതൊരു തോട്ടാണ്? അത് സഹാരിയുടെ വെബിനാറിൽ തന്നെ തുടങ്ങിയതാണ്. വെബിനാറിൽ തന്നെ സാർ എപ്പോഴും പറയുമായിരുന്നു, ഒന്നാം റാങ്ക് സ്വപ്നം കാണണം, ആദ്യത്തെ അഡ്വൈസ് പോകുന്നതും നമുക്കായിരിക്കണം എന്നെല്ലാം പറയുമായിരുന്നു. അങ്ങനെ ഞാൻ ജൂനിയർ അക്കൗണ്ടന്റ് എക്സാം എഴുതി. അതിൽ മെയിൻ ലിസ്റ്റിൽ തന്നെ 5 എക്സാമിനും വന്നിരുന്നു. പിന്നീട് പല എക്സാംസും അറ്റൻഡ് ചെയ്തു. അങ്ങനെ ലാസ്റ്റ് ഇപ്പോൾ NVT GFCയിൽ വന്ന് നിൽക്കുകയാണ്. എന്നാൽ നമുക്ക് അതിൽ അഡ്വൈസ് വാങ്ങാൻ പാകത്തിനുള്ളത് എത്തിയിട്ടില്ല. അഡ്വൈസ് വരാൻ ഇനിയിപ്പോൾ അങ്ങോട്ട് ലിസ്റ്റ് തീരുന്ന സമയത്തേക്കൊക്കെ ഒരു പക്ഷേ വന്നാലേ അല്ലേ? എന്നാൽ കൂടി നമുക്ക് ഇനി അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഈ അക്കൗണ്ടന്റ് എക്സാമിനേഷൻ കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ ഉദ്ദേശിച്ച ഒരു വിജയത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റിയില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള തോട്ട് ശ്രീജയെ അത് ബാധിച്ചിട്ടുണ്ടായിരുന്നു? ഉണ്ടായിരുന്നു. കാരണം നമ്മൾ ആത്മാർത്ഥമായിട്ട് പഠിക്കുമ്പം ജോലിയിലേക്ക് എത്തുന്നില്ലല്ലോ എന്നൊരു ആശങ്ക ഉണ്ടായിരുന്നു. എന്നിട്ട് അതിനുശേഷം ഞാൻ പല എക്സാംസും അറ്റൻഡ് ചെയ്തു. അതിൻ്റെ മെയിൻ ലിസ്റ്റിൽ അങ്ങനെ വന്നിട്ടില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായത് പഠനത്തിൻ്റെ ഒരു പോരായ്മ തന്നെയാണെന്ന് മനസ്സിലായി. ഇപ്പം മേജറായിട്ടുള്ള എക്സാംസ് STO NVT കൊമേഴ്സ് അതിലൊക്കെ ഞാൻ ജനറൽ പാർട്ട് ഞാൻ സ്കിപ്പ് ചെയ്താണ് പഠിച്ചത്. അപ്പം അതിന് രണ്ടിനും മെയിൻ ലിസ്റ്റിന് വരാൻ പറ്റാത്തതും എല്ലാം ആയപ്പോൾ ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ഞാൻ മനസ്സിലാക്കി. അതിന് NVT GFC അതിനുശേഷം വിളിച്ചപ്പോൾ ഞാൻ ജനറൽ പാർട്ടിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നു. അതും ടൈം വെച്ചിട്ടാണ്. നമ്മുടെ ഈ എക്സാമിന് ആ ഒരു കൺഫർമേഷൻ വന്ന് സിലബസ് വന്നിട്ട് ഏകദേശം ഒരു 75 ദിവസമേ കിട്ടിയുള്ളൂ. അപ്പം അതിനുവേണ്ടി പ്രയത്നിച്ചിരുന്നു. അപ്പോൾ പ്രീജയുടെ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ വാഹനം മുന്നോട്ട് ഉരുളുമ്പോഴത്തേക്കും എന്തെങ്കിലും ഒബ്സ്റ്റക്കിൾസ് തട്ടിയായിരിക്കും നമ്മൾ നിന്ന് പോകും അല്ലേ? അപ്പോൾ അത് എന്ത് ഒബ്സ്റ്റക്കിളാണ്, ആ ഒബ്സ്റ്റക്കിളിനെ എങ്ങനെ നമുക്ക് ഓവർകം ചെയ്യാമെന്നുകൂടെ നിങ്ങൾ ചിന്തിച്ച് മുന്നോട്ട് വരുമ്പോഴത്തേക്കാണ് അസാധ്യമെന്ന് പലപ്പോഴും നമുക്ക് തോന്നുന്ന പല കാര്യങ്ങളും സാധ്യമായിട്ട് മാറുന്നത്. അപ്പോൾ ഒന്നാം റാങ്കിലേക്ക് എത്താൻ പറ്റുന്നത്. പ്രീജ ഈ വിജയം ശരിക്കും പറഞ്ഞാൽ ആർക്ക് സമർപ്പിക്കുന്നു? സാറ് ഒരാൾക്കായിട്ടല്ല, എല്ലാവരും ഉണ്ട്. ഫാമിലി തന്നെയാണെങ്കിലും പിന്നെ ഞാൻ വിശ്വസിക്കുന്ന ഈശ്വരനും ഒക്കെ കൂടെ നമ്മളെ ഇത്രയും മുന്നോട്ട് നയിച്ച് കൊണ്ടുപോകുന്നതും അവരെല്ലാവരുമാണ്. വീട്ടിലുള്ള സപ്പോർട്ട് എങ്ങനെയായിരുന്നു? വീട്ടിൽ നല്ല സപ്പോർട്ടായിരുന്നു. ഇപ്പം ഹസ്ബൻഡ് ആണെങ്കിലും വലിയ സപ്പോർട്ടായിരുന്നു, അത് പറയാതിരിക്കാൻ പറ്റില്ല. പിന്നെ ഹസ്ബൻഡ് അമ്മയും പിന്നെ എൻ്റെ വീട്ടിലും അച്ഛനും അമ്മയും എല്ലാവരും ഭയങ്കര സപ്പോർട്ടായിരുന്നു. അപ്പൊ അതിന്റെ എല്ലാം ഒരു ഫലം കൂടിയാണ്. അപ്പൊ ഒരാളുടെ മാത്രം ശ്രമം അല്ല ശരിക്കും പറഞ്ഞാൽ അല്ലേ? ഒരുപാട് പേരുടെ സ്വപ്നവും അതേപോലെ പ്രതീക്ഷകളും വഴക്കും ഉപദേശവും എല്ലാം കൂടെ ചേർന്നാണ് നമുക്ക് ഇത്തരത്തിലൊരു അപൂർവ നിമിഷത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നത്. നമ്മുടെ ആ ഒരു സഹകാരിയുടെ എക്സാം പാറ്റേണും അതുപോലെ നമ്മുടെ ക്ലാസ്സിൻ്റെ പാറ്റേൺ പ്രധാനമായിട്ട് നമുക്ക് എപ്പോഴും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നുകൊണ്ടുള്ളൊരു പഠനമാണ്. പിന്നെ നമുക്ക് കണ്ടന്റ് ബേസ് ചെയ്തിട്ടുള്ളൊരു ഇലാബറേഷൻ നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കും. അതോടൊപ്പം ക്വസ്റ്റ്യൻ ഡിസ്കഷൻ സെഷൻ നമ്മളെപ്പോഴും ചെയ്യാറുണ്ട്. അപ്പോൾ ഈ ഒരു നമ്മുടെ സ്റ്റഡി സ്ട്രാറ്റജി എങ്ങനെയാണ് PJ മുന്നോട്ട് കൊണ്ടുവരാൻ സഹായിച്ചിട്ടുള്ളത്? ജൂനിയർ അക്കൗണ്ടന്റ് തൊട്ടിട്ടാണേലും ക്ലാസ്സിൻ്റെ ക്വാളിറ്റി തന്നെയാണ്. നമുക്കൊരു ഓൺലൈൻ ക്ലാസ് ആണെങ്കിൽ കൂടിയും ഓഫ്ലൈൻ ക്ലാസ്സിൻ്റെ ഒരു നമുക്ക് തോന്നിപ്പിക്കുന്ന രീതിയിൽ തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ എക്സാംസ് നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് അത് വലിയൊരു കാര്യം തന്നെയാണ്. കാരണം
എന്താ നമ്മൾ ആദ്യം ഒന്ന് പഠിച്ചു, പിന്നെ അറ്റൻഡ് ചെയ്തു, അതിനുശേഷം റിവൈസ് ചെയ്യുമ്പോഴും നമുക്ക് വീണ്ടും വീണ്ടും ആ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുന്നത് അത് നല്ലൊരു കാര്യമായിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ ഓടിച്ചൊരു ലൈവ് ക്ലാസ്, ഇപ്പൊ സിലബസും അത് ടൈറ്റ് ആയിരിക്കും, ടൈം ഷെഡ്യൂൾ. അപ്പം അങ്ങനെ ഒരു ഹരിബറിയായിട്ട് ചെയ്യാതെ നല്ല രീതിയിൽ ക്ലാസ് ക്വാളിറ്റി എല്ലാം മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് കൂടിയാണ് പോകുന്നത്. പിന്നെ ലാസ്റ്റ് ആകുമ്പോൾ അതിന് മോക്ക് എക്സാം ഉണ്ട്, അതും അറ്റൻഡ് ചെയ്യുന്നതും ഒക്കെ നല്ലതായിരിക്കും. പിന്നെ വീക്ക്ലി എക്സാമും കണ്ടന്റ് നമ്മൾ അല്ലെ ഇൻഡെപ്തിൽ നമ്മൾ കവർ ചെയ്ത് തന്നെ പോകണം. കാര്യം ഇപ്പോൾ പുതിയ ചോദ്യ രീതികൾ എന്ന് പറയുമ്പോഴത്തേക്കും ഒട്ടും നമുക്ക് ഈ പറഞ്ഞ പോലെ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിൻ്റെ പാറ്റേൺ അല്ല വരുന്നത്. അപ്പോൾ ആ രീതിക്ക് തന്നെ നമ്മൾ കവർ ചെയ്ത് പോകണം. അപ്പോൾ ഇനി വരുന്ന ആൾക്കാർക്ക് പ്രീജയുടെ ലൈഫിൽ നിന്നൊരു ഒറ്റ സെന്റൻസിലൊരു സന്ദേശം കൊടുക്കാൻ പറ്റിയാൽ എന്തായിരിക്കും കൊടുക്കാൻ പറ്റുക? നമ്മളെല്ലാവരും സ്വപ്നം കാണുന്നത് ഒരു സർക്കാർ ജോലിയാണ്. അപ്പോൾ അതിനുവേണ്ടി മാക്സിമം പരിശ്രമിക്കുക. അതിൻ്റെ കൂടെ റിവിഷൻ, അത് വലിയൊരു പ്രാധാന്യം കൊടുക്കുക. പഠിച്ചുകൊണ്ട് മാത്രം പോയിട്ട് കാര്യമില്ല, അതിൻ്റെ കൂടെ റിവൈസ് ചെയ്യണം. കാരണം കുറച്ച് സമയം കൊണ്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരവസ്ഥയാണ് വരുന്നത്. അപ്പോൾ റിവൈസ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക, പ്രീവിയസ് ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ ഇപ്പം സാറിൻ്റെ ഈ സഹകാരിയിലുള്ള ക്വസ്റ്റ്യൻസും വർക്കൗട്ട് ചെയ്യുക. പിന്നെ നമുക്ക് ഇടയ്ക്ക് ഒബ്സ്റ്റക്കിൾസ്, ബുദ്ധിമുട്ട്, ആരോഗ്യപരമായ ബുദ്ധിമുട്ട് എല്ലാം വരും. എങ്കിൽ പോലും നമുക്ക് നല്ലൊരു ജോലി വേണം എന്ന സ്വപ്നം കണ്ടുകൊണ്ടുകൂടി പഠിക്കുക. എല്ലാവർക്കും വിജയാശംസകൾ.